ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു ആഷസ് ടൈംസ്. നമ്മളിന്നോടെ ഒരു വെറൈറ്റി മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ചൂര മീനാണ് എടുത്തേക്കണത്. അതിൻ്റെ മുള്ളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് മല്ലിയില, മഞ്ഞൾപ്പൊടി, കുറച്ച് കോൺഫ്ലോർ, ഇഞ്ചി ഞാനിവിടെ അരച്ച് വെച്ചേക്കുന്നതാണ്, അതുപോലെ വെളുത്തുള്ളിയും പിന്നെ മുളക് പൊടി. അപ്പോൾ ഈ മീൻ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്നതിനകത്തോട്ട് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. ഇനി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചിയും 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. 1.5 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഒരു 10 മിനിറ്റ് ഇത് വെച്ചേക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അപ്പോഴത്തേക്കും നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സവോള ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഈ മുട്ടയ്ക്കൊക്കെ അരിയും പോലെ. തക്കാളിയും പച്ചമുളകും അതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഒരു പാൻ അടുപ്പത്തോട്ട് വയ്ക്കാം. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻ ഇതിനകത്തൊട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. രണ്ട് സൈഡും മറിച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ചുവന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ്. നമ്മൾ സാധാരണ മീൻ പൊരിക്കുന്നേക്കാളും വേറൊരു ടേസ്റ്റാണ് ഇതിൽ. നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ആ സെയിം എണ്ണയിൽ തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വെളുത്തുള്ളി അരച്ചത്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് കളയുക. നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനകത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഇനി നമുക്കിതിനകത്ത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് കുരുമുളക് പൗഡറാണ്, അത് 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, അതോടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ഈ പാനിൽ തന്നെ ഒരു സൈഡിലോട്ട് ഒതുക്കി കൊടുക്കാം. ഇതിനെ തീ കുറച്ചിടുക, സിമ്മിലിട്ടാൽ മതി. ഇനി നമുക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി ഇടാം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം. അതുപോലെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ച മണം മാറാൻ വേണ്ടിയിട്ട് ഇത് ഇട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് ഉള്ളിക്കൂട്ടിനകത്തോട്ട് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്, ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിക്കുന്നുണ്ട്. നമുക്ക് എത്രയാണോ കറി ആവശ്യമുള്ളത് അത്രയും വെള്ളം ഒഴിക്കാം. ചൂടുവെള്ളം ഒഴിച്ചാൽ മതി, തണുത്ത വെള്ളം ഒഴിക്കേണ്ട. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. തിളച്ച് വരുന്നുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കണം. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി കുറച്ച് മല്ലിയിലയാണ് വേണ്ടത്. ഇത് വിതറി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് കൂടി ഇങ്ങനെ ഒന്ന് വേവിക്കുക.
തീ ഓഫ് ചെയ്യാം. കഴിഞ്ഞിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള കറിയാണ്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോഴേ ഞാൻ ഫ്യൂച്ചേഴ്സിലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു ഓൾ.